പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഫോക്കസ് ഏരിയ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിവിഷൻ ചർച്ചയാണല്ലോ. അതിൽ നമ്മൾ ഇന്ന് ചാപ്റ്റർ 10 ഇൻറ്റേർണൽ ട്രേഡ്. ഓക്കെ, റീറ്റെയിൽ ട്രേഡ്, ബൈയിങ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദെം in relatively small quantities to consumers is called retail trade. In retail trading, buying from wholesalers and selling them relatively small quantities. Wholesaler നിന്ന് വാങ്ങുന്നു, അതേപോലെ തന്നെ താരതമ്യേന കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുന്നതിനെയാണ്, അത്തരം ട്രേഡേഴ്സിനെയാണ് നമ്മൾ റീറ്റെയിലർ എന്ന് പറയുന്നത്. Person engaged in retail trade is called retailer. Retailer is the connecting link between wholesaler and consumer. ഹോൾസെയിലർ നിന്ന് വലിയ അളവിൽ തന്നെയാണ് വാങ്ങുന്നത്, അതിൽ നിന്ന് കുറഞ്ഞ അളവിൽ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നു. ഓക്കെ, ഇത് ഇൻറ്റേർണൽ ട്രേഡിലെ പ്രധാന ഭാഗമാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ നേഷൻ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീറ്റെയിൽ ട്രേഡ് തന്നെ പലതരത്തിൽ ഉണ്ട്. അതിൻ്റെ ഷോപ്പിൻ്റെ വലിപ്പം, ട്രേഡ് ആക്ടിവിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും അതല്ലാത്തതുമായ റീറ്റെയിലേഴ്സ് നിലവിലുണ്ട്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്താണ്? ദീസ് ആർ റീറ്റെയിൽ ഷോപ്സ് ഹു മെയിൻറ്റെയിൻ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു സെൽ ദെയർ മെർക്കൻഡൈസ്. മെർക്കൻഡൈസ് എന്നാണ് നമ്മൾ ടേം പറയുന്നത്, പ്രോഡക്ട്സ് ഓർ ഗുഡ്സ്. റീറ്റെയിൽ ഷോപ്പുകൾ പെർമനൻ്റ് ആയിട്ടൊരു ഷോപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്നുവെങ്കിൽ അവരെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നു. Therefore, they don't move from one place to another place to serve their customers. കസ്റ്റമേഴ്സിനെ ആക്കാൻ വേണ്ടി അവരുടെ ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അവർ മാറേണ്ടി വരുന്നില്ല. അവർ സ്ഥിരമായ ഒരു സ്ഥലത്ത് നിന്ന് ട്രേഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ആ ഷോപ്പിൽ പോയിക്കൊണ്ട് വാങ്ങുകയും ചെയ്യുന്നു. അതാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഇനി വീണ്ടും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 based on their size of their operation. Small retailers and large retailers. Okay, ഫിക്സഡ് ഷോപ്പ് സ്മോൾ റീറ്റെയിലേഴ്സ്. ഫിക്സഡ് ഷോപ്പിൽ തന്നെ സ്മോൾ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ സ്റ്റോർ, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്. ഓക്കെ, ജനറൽ സ്റ്റോഴ്സ് എന്താണ്? ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ജനറൽ സ്റ്റോഴ്സ്. ദീസ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ എ ലോക്കൽ മാർക്കറ്റ് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസ്. ഇത് ലോക്കൽ മാർക്കറ്റിലും, അതായത് ജനവാസ മേഖലയിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ്, കൂടുതൽ ജനങ്ങളുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് ഇത്തരം ജനറൽ സ്റ്റോറുകൾ തുറക്കുന്നത്. ദീസ് ഷോപ്സ് ക്യാരി സ്റ്റോക്ക് ഓഫ് എ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ദ ഡേ ടു ഡേ നീഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സിൻ്റെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വെറൈറ്റി പ്രോഡക്റ്റുകളാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, they help consumers in buying products of daily use like grocery items, soft drinks, toiletry products, stationery and confectionery in small quantities. Day to day ആവശ്യം, നിത്യ ആവശ്യത്തിന് വേണ്ട വെറൈറ്റി ഡെയിലി യൂസ് പ്രോഡക്റ്റുകളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ കൺവീനിയൻ്റ് ആയി പോകാൻ പാകത്തിലുള്ള സ്ഥലത്ത് തുടങ്ങുന്നു. അതേ രീതിയിലുള്ള സെല്ലിംഗ് ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അടുത്തതായി സ്പെഷ്യാലിറ്റി ഷോപ്പ്. ദീസ് റീറ്റെയിൽ സ്റ്റോഴ്സ് സ്പെഷ്യലൈസ് ഇൻ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ലൈൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു സ്പെസിഫിക് ലൈൻ ഓഫ് പ്രോഡക്റ്റുകളിൽ അവിടെ സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ഈ സ്പെഷ്യാലിറ്റി ഷോപ്പ്. പേര് പോലെ തന്നെ ദേ ആർ സ്പെഷ്യലൈസിങ് ഇൻ എ സ്പെസിഫിക് ലൈൻ ഓഫ് പ്രോഡക്റ്റ്. They are generally located in a central place to attract large number of customers. ഇത് ഡെയിലി യൂസ് പ്രോഡക്റ്റുകളല്ല, സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ലൊക്കേറ്റിംഗ് അറ്റ് എ സെൻട്രൽ പ്ലേസ് ഓഫ് ദി സിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ സ്പെഷ്യാലിറ്റി ഷോപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഷോപ്പ് സെല്ലിംഗ് ചിൽഡ്രൻസ് ഗാർമെൻറ്റ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഓരോ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ആ ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്
ഷോപ്പ് റൺ ഫോർ ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പല വെറൈറ്റി ടോയ്സും ഗിഫ്റ്റ് ആർട്ടിക്കിൾസും ഒക്കെ ധാരാളമായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി കുറഞ്ഞ അളവിൽ വാങ്ങുന്ന അങ്ങനത്തെ ആൾക്കാരെയല്ല പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ധാരാളം കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം ഷോപ്പുകൾ സെൻട്രൽ ഏരിയയിലാണ്, പ്രധാന നഗര കേന്ദ്രങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ്. സ്ട്രീറ്റ് സ്റ്റാളാണ് ഇവിടെ. ദീസ് റീറ്റെയിലേഴ്സ് ആർ കോമൺലി ഫൗണ്ട് ഇൻ സ്ട്രീറ്റ് ക്രോസിംഗ്സ് ഓർ other places where flow of traffic is very heavy. ധാരാളം ജനങ്ങൾ, യാത്രക്കാരൊക്കെ കടന്നു പോകുന്ന ജംഗ്ഷനുകളിലും ഒക്കെയാണ് കൂടുതൽ ഇത്തരം സ്ട്രീറ്റ് സ്റ്റാളുകളുള്ളത്. അവർ ധാരാളം ആൾക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ്. ദേ അട്രാക്ട് ഫ്ലോട്ടിംഗ് കസ്റ്റമേഴ്സ്, യാത്രക്കാരായ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ്. And deal mainly in goods of cheap variety like hosiery product, toys, cigarettes, soft drinks, etc. ഇവിടെ താരതമ്യേന ചീപ്പ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ കുറഞ്ഞ പണത്തിന് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവർ വളരെ യാത്രക്കാരെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ഥിരം ലോയൽ കസ്റ്റമേഴ്സിനെ അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ രീതിയിൽ സ്ട്രീറ്റുകളിൽ, തെരുവുകളിൽ ഉണ്ടാകുന്ന എങ്കിൽ ഫിക്സഡ് ഷോപ്പ് നടത്തുന്നതുമായ ട്രേഡേഴ്സിനെയാണ് നമ്മൾ സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഫിക്സഡ് ഷോപ്പ് സ്റ്റോറുകളിലൊന്നാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്. ദീസ് ഷോപ്പ് ഡീൽ ഇൻ ഗുഡ്സ് ലൈക്ക് ബുക്സ്, ഓട്ടോമൊബൈൽ, ഫർണിച്ചർ ആൻഡ് അതർ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, പേര് പോലെ തന്നെ രണ്ടാമത്, അതായത് ഒരു യൂസ് കഴിഞ്ഞ് പിന്നെ വിൽക്കുന്ന തരം പ്രോഡക്റ്റുകളാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. അത്തരം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളെയാണ് നമ്മൾ പറയുന്നത്. ജനറലി പേഴ്സൺസ് വിത്ത് ലോ ഇൻകം പർച്ചേസ് ഗുഡ്സ് ഫ്രം സച്ച് ഷോപ്പ്. ലോ ഇൻകം ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പുകളാണ് ഇത്. ദീസ് ഗുഡ്സ് ആർ സോൾഡ് അറ്റ് ലോ പ്രൈസ്. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അങ്ങനെ കഴിഞ്ഞ്, എന്നാലും അതിന് യൂസ്ഫുൾ ലൈഫ് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. വരുമാനം കുറഞ്ഞ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഇത്തരം ഷോപ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ തന്നെ അനദർ കാറ്റഗറി, ലാർജ് ഫിക്സഡ് ഷോപ്പ് ലാർജ് റീറ്റെയിലേഴ്സ്. വൺ ഇസ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, അനദർ ഇസ് ചെയിൻ സ്റ്റോർ, അനദർ ഇസ് സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് വളരെ വലിയ ഷോറൂമുകളാണ് ഫിക്സഡ് ഷോപ്പ് ലാർജ് റീറ്റെയിലേഴ്സ്. ഫസ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. A departmental store is a large retail store offering a wide variety of products under one roof. It has a number of departments, each one dealing in one type of product. For example, there may be separate department for toiletries, medicines, furniture, groceries, electronics, etc. ഒരു ഷോപ്പിൽ തന്നെ ഒരുപാട് വെറൈറ്റി, അല്ലെങ്കിൽ എല്ലാതരം, ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെ പറയുന്നത് നീഡിൽ ടു എറോപ്ലെയിൻ, പിൻ ടു പ്ലെയിൻ വരെ, അതായത് മൊട്ടുസൂചി മുതൽ എറോപ്ലെയിൻ വരെയുള്ള പ്രോഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇത്തരം സ്റ്റോറുകൾ വർക്ക് ചെയ്യുന്നത് മെട്രോ നഗരങ്ങളിലാണ്. ഇപ്പോൾ മുംബൈയിലെ അക്ബറേലി, പിന്നെ സ്പെൻസേഴ്സ് ഇൻ ചെന്നൈ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്.